പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? വാ നോക്കാം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തുണി അയച്ചാടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ് സുഹൃത്തുക്കളെ. പർപ്പിൾ ചേച്ചിക്കും തുമ്പി ചേച്ചിക്കും ഒക്കെ ആയി പുതിയൊരു പിൻഗാമി കൂടി എത്തിക്കഴിഞ്ഞു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ ആൾക്ക് എന്റെ വക ഒരു മൈലേജ് കിട്ടണ്ട. പക്ഷെ ഞാൻ പറയാതെ തന്നെ കുറെ ആളുകൾക്ക് ഈ പുതിയ ആളെ മനസ്സിലായിട്ടുണ്ടാകും. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പെണ്ണിന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആഭാസം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അമ്മാതിരി വീഡിയോകളാണ് പഠിച്ചു വിടുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ലേ, ഈ അവതാര പിറവിയെ നിങ്ങൾ തന്നെ കണ്ട് അനുഭവിച്ചോളൂ. ചില വീഡിയോസ് കണ്ടു നോക്കാം. ഇവിടെ വന്നേന്ന് ഒരു സ്വകാര്യം പറയട്ടെ. പാല് കുടിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ബൈ. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വല്ല പശുവിനെ കല്യാണം കഴിക്കും വേണേ. എന്നാൽ പിന്നെ ഇഷ്ടംപോലെ പാലും കിട്ടും. സൈഡ് ഡിഷ് ആയിട്ട് നല്ല ചൂടുള്ള ഗോമൂത്രവും കിട്ടും, ചാണകവും കിട്ടും. നിന്റെ പാലുകടി അങ്ങോട്ട് തീരട്ടെ. പിന്നെ അവൾക്ക് പാല് കുടിക്കാൻ വലിയ ഇഷ്ടമാണ് പോലും. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കുടിച്ചാ പോരെ. ഇങ്ങനെ ക്യൂട്ട്നെസ് ഇട്ട് തൂറി മെഴുകി ബാക്കിയുള്ളവരും കൂടി കാണിക്കണോ? നീ പാലോ ചായോ എന്താന്ന് വെച്ചാ പോയി കുടിക്ക്. ചെല്ലി. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഊരാ സഹായിക്കും, പിന്നെ എന്നാന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ സഹായിക്കാത്തെ? കമന്റിൽ പറയോ? ബൈ. ഇല്ല, സൗകര്യം ഇല്ല. എന്തൊക്കെ സംശയങ്ങളാണ് ഈ പെണ്ണിന്. എന്തൊക്കെ അറിയണം അവൾക്ക്. വല്ലാത്ത കഴപ്പന്നെ കേട്ടോ. കാട്ടാക്കാട് എവിടെയാ പെണ്ണ നിന്റെ വീട്? വേഗം പറ. നിന്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നീ ഈ മാസ്കും വെച്ച് ഈ ആഭാസത്തരം കാണിക്കുന്നതൊക്കെ. അവരൊക്കെ അറിയുന്നുണ്ടോ എന്ന് അറിയണല്ലോ. അല്ലെങ്കിലും നീ എന്തിനാണ് പെണ്ണ് ഈ മാസ്ക് വെച്ചേക്കുന്നത്? ആരെങ്കിലും പേടിച്ചിട്ടാണോ? അതോ ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? പേടിച്ചിട്ടൊന്നും ആവില്ലെന്ന് തോന്നുന്നു. കാരണം എത്ര മാസ്ക് വെച്ചാലും ഇവളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇവളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാകും. എന്നാലല്ലേ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പറഞ്ഞതായാലും ഒരു കടങ്കഥ പറയട്ടെ. നുണഞ്ഞു കഴിക്കുന്നതിന് ഐസ്ക്രീമിന് 2ാം സ്ഥാനം, അപ്പൊ 1ാം സ്ഥാനം എന്തിനാ? കമന്റിൽ പറയണേ. ബൈ. ഇതാണോ കടങ്കഥ? എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. 1ാം സ്ഥാനം ആർക്കാണെന്നല്ലേ? കോലുമുട്ടായി. അതിപ്പോ ആർക്കാണ് അറിയാത്തത്? പണ്ട് ആൽഫലിബയുടെ ഒരു കോലുമുട്ടായി ഉണ്ടായിരുന്നു മോളെ. 1.5 കോലുമുട്ടായി ആയിരുന്നു. അതിങ്ങനെ നൊട്ടി നൊണിഞ്ഞ് കഴിക്കുമ്പോ സ്വർഗം. പക്ഷെ നീ ഉദ്ദേശിച്ചത് വേറെ കോലുമുട്ടായി ആണെന്ന് അറിയാം. നിനക്കൊക്കെ അതെല്ലാം അറിയൂ. അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ ചോദ്യം ചോദിച്ചത് തന്നെ. പക്ഷെ സോറി മോളെ, അതിനെ കുറിച്ച് സംസാരിക്കാൻ തൽക്കാലം സൗകര്യമില്ല. അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കണ്ട. ബാക്കി പറഞ്ഞാലും ഹായ്, ഞാൻ നിങ്ങളുടെ അപർണയാണേ. അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. നമുക്ക് നോക്കിയാലോ? എന്തൊക്കെയാണ് ഈ പെണ്ണ് കാണിക്കുന്നത്? അവളൊരു ചീഞ്ഞ ഷെഡിയും കൊണ്ട് വന്നേക്കുന്നു. അത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയല്ലേ പെണ്ണെ? ആ വഴിക്കൊക്കെ മനുഷ്യന്മാർക്ക് നടക്കാനുള്ളത്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ബീച്ചിലേക്കൊക്കെ വരുന്നത്. അതിന്റെ ഇടയിൽ എന്റെ ഷെഡി എങ്ങാനും കണ്ടാൽ സകല മൂടും പോകും. എന്തായാലും ഇങ്ങനെ ഷെഡിയൊക്കെ ഉരുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവൾക്ക് എന്ത് മനസുഖമാണ് കിട്ടുന്നത്? പഠിച്ചോനറിയാം. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പൊ സെൽഫി എടുക്കാൻ വേണ്ടിയാണല്ലേ നേരത്തെ ഷെഡ്യൂൾ ഊരിയത്? ഇപ്പോഴല്ല കാര്യം പിടിയിട്ടത്. എന്നാലും അതൊരു 1.5 സെൽഫി തന്നെ ആയിട്ടോ മോളെ. ഒന്നും പറയാനില്ല. എന്തായാലും ചേച്ചി ഷെഡ്യൂൾ ഊരുന്ന മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ വെറും സാമ്പിൾ അല്ല മക്കളെ. ഇതിനും വലുത് വരാനുണ്ട്. കണ്ടു. ഫുൾ വീഡിയോ ആപ്പിലുണ്ട്, കയറി കാണാൻ മറക്കല്ലേ എന്നൊക്കെ. ഇനിയിപ്പോ ഇതിനും വലുത് എന്ത് കാണാനാണ് മോളെ? കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഇതൊക്കെ ആരാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവളുടെ വീഡിയോയിലൊക്കെ ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ പേര് കാണുന്നുണ്ട്. അവന്റെ ഒക്കെ ടൈം നല്ല ബെസ്റ്റ് ടൈം. എന്തായാലും കൊള്ളാം. ഇനി ഇവളുടെ മറ്റൊരു ചലഞ്ച് കൂടി കണ്ടുനോക്കാം. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? നോക്കാം. എന്തൊക്കെ ചലഞ്ചുകളാണല്ലേ?
പബ്ലിക് പ്ലേസിൽ ഷെട്ടി ഉരുന്നു, മൂത്രം ഒഴിക്കുന്നു. ഇനി തീട്ടൻ ചലഞ്ച് എപ്പോഴാണാവോ വരാ? ഇവർക്കൊക്കെ പറ്റിയ ചലഞ്ച് അതാണ്. എന്തോന്നടേ ഇതൊക്കെ ചലഞ്ച് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് വിളി കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെയൊക്കെ അധപ്പതിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാട്ടിന്റെ പോക്ക്? ഓരോ പർപ്പിളുമാരും ഓറഞ്ചുമാരും വന്നിട്ട് ഈ നാട് തന്നെ നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും പർപ്പിളിനൊക്കെ സഹിക്കാമായിരുന്നു. പക്ഷെ ഇത് അതിനേക്കാളും അസഹനീയമാണ്. ഈ മാസ്കും വെച്ച് ഈ പെണ്ണ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ വലിയ പുരോഗമനവാദി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്കിതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. പുരോഗമനത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെ കുണ്ടിയും മുരയും കാണിച്ച് പൈസ ഉണ്ടാക്കാതെ മാനും മര്യാദക്കും വല്ല പണിക്കും പോയിക്കൂടെ പെണ്ണെ? ഉളുപ്പുണ്ട് നിങ്ങൾക്കൊക്കെ ശവങ്ങള്. ഞാൻ വല്ലതും പറഞ്ഞാലേ കൂടി പോകും. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള പ്രിയങ്ക അനൂപ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം ആഭാസത്തരങ്ങൾ കാണിക്കുന്നവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങളൊന്ന് ഇൻസ്റ്റ എടുത്ത് നോക്കിയേ, എത്ര പെൺപിള്ളേരാണ് ആഭാസമായിട്ട് വളരെ വൃത്തികേടായിട്ട് വീഡിയോസ് ഇടുന്നത്. അതെ, അതിലെ കാശ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മോഡൽ പറഞ്ഞൊരു ഡയലോഗാണ്. ആ കുട്ടി ഒരുപാട് നാള് വളരെ മാന്യമായിട്ട് സാരി എടുത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കിട്ടാത്ത വ്യൂസ് ആണ് ആ കുട്ടിക്ക് കുറച്ച് ക്ലീവേജ് കാണിച്ച് അല്ലെങ്കിൽ കുറച്ച് ഇറക്കി സാരി എടുത്തപ്പോൾ കിട്ടിയെന്ന്. അത് ഈ സമൂഹം ഒരുപാട് മാറിപ്പോയതുകൊണ്ടല്ലേ? എന്നുവെച്ചാൽ മാന്യമായിട്ട് എന്ത് ചെയ്താലും അവരെ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് മുന്നോട്ട് കയറി വരാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ആയിരിക്കുമോ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വരാൻ അങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകുന്നത്? അതൊന്നല്ല, ഇതൊക്കെ വെറും കഴപ്പ് തന്നെയാണ്. സംഭവം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ റീച്ച് കൂടും, പെട്ടെന്ന് പൈസയും കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർ നിർബന്ധിതരാക്കപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. അങ്ങനെ പൈഞ്ഞാട്ടക്കാരികളൊന്നും വിറ്റമാക്കാൻ ശ്രമിക്കേണ്ട. ഒരുത്തി അയച്ചിട്ടപ്പോ അവക്ക് നല്ല റീച്ച് കിട്ടും, അപ്പൊ പിന്നെ ഞാൻ അയച്ചിട്ടേക്കാം. വീഡിയോക്ക് റീച്ച് ഇല്ല എന്ന് കരുതി ഇങ്ങനെയാണ് ഒരു പെണ്ണ് ചിന്തിക്കേണ്ടത്. കഴിവുണ്ടെങ്കിൽ റീച്ചും പതുക്കെ കയറി വരും. തുണി ഒരു കാണിച്ചുണ്ടാക്കുമ്പോൾ കിട്ടുന്ന അത്രയും വേഗത്തിൽ കിട്ടണമെന്നില്ല. പക്ഷെ കഴിവുണ്ടോ എന്നാൽ പതുക്കെ ആണെങ്കിലും റീച്ചും വരും. പ്യുവർ ആയിട്ടുള്ള കഴിവുകൾ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ കണക്കിന് റീച്ച് ഉണ്ടാക്കിയ എത്രയോ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ തുണി അയച്ചാലേ റീച്ച് ഉള്ളൂ. അതുകൊണ്ട് അവരെങ്ങനെ ചെയ്യേണ്ടി വരികയാണ് എന്നൊക്കെ പറഞ്ഞു ഈ പർപ്പിളിനെയും ഈ മാസ്ക് വെച്ച അപരാധത്തെയും ഒക്കെ വലിയ രക്തസാക്ഷിയാക്കി മാറ്റല്ല മോളെ. അവതാരകയോടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ അല്ലെ? എന്തായാലും ബാക്കിയോട് പറഞ്ഞട്ടെ. നമുക്ക് എങ്ങനെയും കാശുണ്ടാക്കാം, ഇല്ലേ? ഏത് രീതിയിൽ വേണേൽ കാശുണ്ടാക്കാം. മാന്യമായിട്ട് ഉണ്ടാക്കാം, മാന്യമല്ലാതെ ഉണ്ടാക്കാം. അത് ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന ചോയ്സാണ്. അവർക്കിപ്പോൾ അങ്ങനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ വേറെ എന്തിനും ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള ഇത് കാണിച്ച് റീച്ച് കൂട്ടി അതിനും വേദം നല്ല അന്തസ്സായിട്ട് ജോലിക്ക് പോയിക്കൂടെ? അങ്ങനെ ചോദിക്ക് പ്രിയങ്ക ചേച്ചി. ചേച്ചി പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. അല്ലാണ്ട് പട്ടിണി കൊണ്ടും സാഹചര്യം കൊണ്ടൊന്നും ആരും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തുണി അയച്ച് ആടാറില്ല. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കണം. അതിപ്പോ മാനം വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല, ശരീരം വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല. അതാണ് ഈ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു ലൈൻ. ഇവരൊക്കെ ന്യായീകരിക്കുന്നവരൊന്നും ഓർത്തോ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് അവരും ഒരു പോക്ക് അങ്ങോട്ട് പോകും. അവസാനം ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ സ്വന്തം മോളും പെങ്ങളും ഒക്കെ ഷെട്ടി അയച്ച് ആടുന്നതും മൂത്രം ഒഴിക്കുന്നതും തൂറുന്നതും ഒക്കെ കാണേണ്ടി വരും. വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ബാക്കി ഉണ്ടോക്ക് എന്തായാലും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്തിനു നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച് അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം എന്താണെന്നറിയോ, ഇവര് എന്നായാലും കല്യാണം കഴിച്ച ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവൂലേ, ഈ സാധനമൊക്കെ ഇതിൽ തന്നെ കിടക്കും. മക്കളായിരിക്കും ഇത് കാണുന്നത്. ആ ഒരു ചിന്തയൊക്കെ നമുക്ക് വേണം. അതൊരു പോയിന്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ സ്വന്തം അമ്മയുടെ പീസ് കണ്ട് വളരേണ്ട ഗതികേടായിരിക്കും ഇവിടെ പല മക്കൾക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്താവോ എന്തോ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും നമുക്ക് ഇങ്ങനെ അഴിഞ്ഞ് ഇട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഫാമിലി ആൾക്കാരും കാണുമെന്നൊക്കെ ഒരു ചിന്തയൊക്കെ വേണം. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മോഡലിംഗ് ഫീൽഡിൽ ഇറങ്ങുന്ന ആൾക്കാർ ഫീൽഡ് ഉണ്ട്. ഞാൻ പറട്ടെ, മോഡലിംഗ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അതിന്റെ ഡ്രസ്സിങ് അതാണ്. അത് മനസ്സിലാക്കാനുള്ള ഇത് ഇവർക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഇൻസ്റ്റാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണതിനെ കുറിച്ചാണ്. പോസ്റ്റ് ചെയ്യണ എന്തിനു വേണ്ടിട്ടാ? സാമ്പത്തികം. അപ്പൊ അവിടെ വേറൊരു കാര്യമുണ്ട്. ഇൻ കേസ് ഒരു ഇപ്പം ജോലിക്ക് ഇപ്പം ഒരു എംകോം ഒക്കെ പഠിച്ച അല്ലെങ്കിൽ ഒരു PG ഉള്ള ഒരു വ്യക്തി ഒരു മാസം ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന ഒരു 18 അല്ലെങ്കിൽ ഒരു 20 മാക്സിമം ആയിരിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇതിന്റെ ഒരു 10 ഇരട്ടി കാശായിരിക്കും ഇവര് ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് നോക്കുന്ന സമയത്ത് ഇവരെ എല്ലാ ഫ്രീഡവും നടക്കുന്ന, അവർക്കൊരു സെലിബ്രിറ്റി എന്നുള്ള ഒരു വേർഡ് കിട്ടുന്ന, എല്ലാം ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആവണം. മീൻസ് ഇപ്പൊ ഡ്രസ് ആണെങ്കിലും കൊളാബ്സ് ആണെങ്കിലും അങ്ങനെ. ഇൻ കേസ് സിനിമയിലുള്ള സെലിബ്രിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റയിലുള്ള. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുന്നു. മേ ബി അതുകൊണ്ടിട്ടായിരിക്കാം അവരിങ്ങനെ ഒരു പാർട്ടി യൂസ് എടുക്കുന്നത്. ഓക്കെ, ഇത് മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോൾ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവര് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്നേ.
സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ്, താങ്കൾ ഒരു സ്ത്രീയല്ലേ. നമ്മുടെ ശരീരം എക്സ്പോസ് ചെയ്ത് കാശ് വാങ്ങാന്നുള്ള ഈ ഇൻസ്റ്റയിൽ, കാരണം എന്താ പറയുക, ഈ ഇൻസ്റ്റ കാണുന്ന എന്റെ മോനും ഇതുപോലെയുള്ള കൊച്ചു ആമ്പിള്ളേരൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റയിലൊന്നും കാണിക്കാതെ ഉള്ള ഒരു നിയമം വരണമെന്ന് ഞാൻ പറയണം. അത് കട്ട് ചെയ്യണം, അങ്ങനെയുള്ളത് അനുവദിക്കരുത്. ഇതിപ്പോ അല്ല, അവര് അല്ലാതെ വേറെ സംഭവങ്ങളുണ്ടല്ലോ, തന്നെ റീച്ച് ആക്കാൻ പറ്റിയ എന്തൊക്കെയോ ഇല്ലേ, പേഴ്സണലി എന്താ സബ്സ്ക്രിപ്ഷൻ അതൊക്കെ ഇല്ലേ, അതൊക്കെ അവർ തനിച്ച് കണ്ടോട്ടെ, പൈസ ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ പറഞ്ഞ ശരിയല്ല ചേച്ചി. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ വഴി അവരെന്ത് തോന്നിയാസവും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ ശരിയല്ല. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ വലിയ പൈസ ഒന്നും വരുന്നില്ല. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ആകെ 159 രൂപയെ ചാർജ് ഉള്ളൂ. പർപ്പിൾ ചാർജ് ചെയ്യുന്നത് 399 രൂപയാണ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവരുടെ അഴിഞ്ഞാട്ടം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒന്ന് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. കുട്ടികളും മുതിർന്നവരും അടക്കം കോടിക്കണക്കിന് ആളുകൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് ഈ അഴിഞ്ഞാട്ടം? ഇവർക്ക് മൂത്രം ഒഴിക്കാനും തൂറാനും ഒക്കെ വേറെ ആപ്പ് ഉണ്ടാക്കിക്കോട്ടെ, അതല്ലേ നല്ലത്. എന്തായാലും നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴാണ് ഇവരെ ഈ വക പരിപാടി ചെയ്യാൻ തുടങ്ങുകയെന്ന് പറയാൻ പറ്റൂല. മാത്രമല്ല കുട്ടികളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ പാരന്റ്സ് എപ്പോഴും മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ എങ്ങനെ ഷെഡ് ഊരാം, എങ്ങനെ പാല് കുടിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയ കുറച്ച് മക്കളായിരിക്കും നമുക്ക് കിട്ടുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.